ഇപ്പോൾ തൊഴിലാളി വർഗ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ആ തൊഴിലാളികളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെയും പിറകെ ഓടുന്ന ഒരു ഭരണ സംവിധാനമല്ല. അത് ലോകവ്യാപകമായി വലിയ അവാർഡുകൾ വാങ്ങിച്ചു കൂട്ടാണെന്നുള്ളതല്ല. കോൺഗ്രസിന്റെ നിർണായക ശക്തിയാണ് INTUC. അതിന്റെ അമരക്കാരൻ R ചന്ദ്രശേഖരൻ റിപ്പോർട്ടർ ടിവിയോടൊപ്പം ചേരുകയാണ്. എങ്ങനെ ഉണ്ടാവും ഈ തെരഞ്ഞെടുപ്പ്, അതിന്റെ ഫലം? തൊഴിലാളി സംഘടന എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല, ഒരു 10 വർഷത്തെ ദീർഘമായ ഭരണം, ഇടതുപക്ഷ മുന്നണിയുടെ ഭരണം എല്ലാ മേഖലകളിലും ഒരു സമ്പൂർണ്ണമായ പരാജയമാണ്. പ്രത്യേകിച്ച് തൊഴിലാളി മേഖലയിൽ, അസംഘടിത മേഖലയിൽ, പരമ്പരാഗത വ്യവസായ മേഖലകളിൽ അവരെന്തെല്ലാം അവകാശവാദങ്ങൾ ഉന്നയിച്ചാലും ആ അവകാശവാദങ്ങളൊന്നുമല്ല യാഥാർത്ഥ്യം. യാഥാർത്ഥ്യം എന്ന് പറയുന്നത് തൊഴിൽ ലഭിക്കുന്നില്ല. ലഭിക്കുന്ന തൊഴിലിന് യാതൊരു നിജസ്ഥിതിയില്ല. അതിന് ന്യായമായ കൂലി കിട്ടുന്നില്ല. ഇതിനെക്കുറിച്ചൊന്നും ഒരു പഠനം നടത്താൻ ഈ ഗവൺമെൻറ് 10 വർഷമായിട്ട് തയ്യാറായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പരമ്പരാഗത വ്യവസായ മേഖലയിലെ തൊഴിലാളികൾ അവർക്ക് റോ മെറ്റീരിയൽ കിട്ടുന്ന തൊഴിൽ വെച്ച് ജോലി നടത്തിക്കോട്ടെ എന്ന് പറയുന്നതല്ലല്ലോ ഒരു ഗവൺമെൻറ് ചുമതല. ഗവൺമെൻറ് ചുമതല പരമ്പരാഗത വ്യവസായ മേഖലയിൽ ലാഭവും നഷ്ടവും നോക്കാതെ അവശേഷിക്കുന്ന കരവിരുതുള്ള കേരളത്തിൻ്റെ ഏറ്റവും മഹത്തായ കരവിരുതുള്ള തൊഴിലാളികളെ അവരെ കമ്മ്യൂണിറ്റി പ്രൊട്ടക്ഷൻ സ്കീമിൽ പെടുത്തുക എന്നുള്ളതാണ്. അവർക്ക് ഒരു ആഴ്ചയിൽ 6 ദിവസം ജോലി കിട്ടാൻ, ഉള്ള ജോലി കൊണ്ട് അവർക്ക് ന്യായമായ മിനിമം വേതനം കൊടുക്കാൻ, അതിൻ്റെ ക്ഷേമനിധി കൊടുക്കാനൊക്കെയുള്ള പദ്ധതികളാണ് ആവിഷ്കരിക്കേണ്ടത്. അല്ലാതെ കശുവണ്ടി തൊഴിലാളിക്കോ കയർ തൊഴിലാളിക്കോ ഹാൻഡ്ലൂം ടെക്സ്റ്റൈൽ മേഖലയിലെ തൊഴിലാളിക്കോ ഒക്കെ, ആ കരകൗശല മേഖലയിലായാലും അതുപോലെ തന്നെ പ്ലാന്റേഷനൊക്കെ, ഇതൊക്കെ തൊഴിലെടുക്കുന്നവരുടെ ആ ഉൽപ്പന്നത്തിൻ്റെ ലാഭം നോക്കി മാത്രം ജോലി ചെയ്യാൻ പറ്റുന്നതാണോ? ഇത് പരമ്പരാഗതമായി തന്നെ അവരുടെ കരവിരുത് പ്രയോഗിച്ചുകൊണ്ട് അവർക്ക് ഈ സമൂഹത്തിൻ്റെ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ കൂടി സംരക്ഷിക്കുന്ന പദ്ധതിയാണ് ഞങ്ങളെല്ലാം വിഭാവനം ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഹെഡ്ലോഡ് മേഖലയിൽ ചവിട്ട് തൊഴിലാളികൾ 75 കിലോ മുതൽ 100 കിലോ വരെയുള്ള ഭാരം ചുമക്കുമായിരുന്നു കേരളത്തിൽ. ഞാൻ ILO ഗവേണിംഗ് ബോഡി വന്നപ്പോഴാണ് ILOയുടെ നിലപാട്, തീരുമാനം 50 കിലോ ആണ്. ഒരാൾ തലച്ചുമടായി എടുക്കാവുന്നത് 50 കിലോ മാത്രമാണ്. അത് ഞാൻ നടപ്പാക്കിയേ പറ്റുമെന്ന് പറഞ്ഞു. വലിയ പ്രശ്നങ്ങളായിരുന്നു. ചങ്ങനാശ്ശേരിയിലൊക്കെ മാർക്കറ്റ് സ്തംഭിച്ച് വലിയ പ്രക്ഷോഭങ്ങളൊക്കെ നടന്നു. പക്ഷേ 50 കിലോയിൽ ഞാൻ ഉറച്ചു നിന്നു. ഞാൻ പറഞ്ഞ ഒരു തൊഴിലെടുക്കുന്ന തൊഴിലാളികളുടെ ആവശ്യങ്ങളോടൊപ്പം ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് പൂർണ്ണമായി നിന്നുകൊണ്ട് അവരെ സംരക്ഷിക്കുമെന്നാണല്ലോ അവരുടെ പ്രഖ്യാപനം. അപ്പോൾ തൊഴിലാളി വർഗ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ആ തൊഴിലാളികളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെയും പിറകെ ഓടുന്ന ഒരു ഭരണ സംവിധാനമല്ല. അത് ലോകവ്യാപകമായി വലിയ അവാർഡുകൾ വാങ്ങിച്ചു കൂട്ടാണെന്നുള്ളതല്ല. ഇടതുപക്ഷ ഗവൺമെൻറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അവരെ അടിസ്ഥാന വർഗമായി കാണുന്ന തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങൾ കൊടുത്തുകൊണ്ട് അവർക്ക് കൃത്യമായി ജോലിയും അവർക്ക് ശമ്പളവും അവരുടെ ക്ഷേമനിധിയും ESIയും PF അടക്കം കൊടുക്കുന്ന ഒരു വ്യവസ്ഥയാണ് ആവശ്യം. അത് നടക്കുന്നില്ല. ഇപ്പോൾ INTUC നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വേണ്ട പ്രാതിനിധ്യം ലഭിക്കാത്തതിൽ എന്തോ വിഷമോ സങ്കടമൊക്കെ ഉണ്ടെന്ന് പറയുന്നത് ഉള്ളതാണോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വേറെ കാര്യം, അതൊക്കെ ഇപ്പോൾ ഒരു കോൺഗ്രസിൻ്റെ ഭാഗമാണല്ലോ INTUC. അതൊക്കെ ആ സംഘടനയ്ക്കകത്ത് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. നമ്മളെന്തായാലും തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. ആ തെരഞ്ഞെടുപ്പിന് പൂർണ്ണമായിട്ടും സജീവം. ഞങ്ങളെല്ലാവരും അങ്ങനെയാണല്ലോ. നമ്മളിപ്പോൾ INTUC ആവുന്നത്, ഞാൻ KSU ആയി, യൂത്ത് കോൺഗ്രസ് ആയതിനു ശേഷമാണ് INTUC ആവുന്നത്. അപ്പോൾ കോൺഗ്രസ് ക്രിയേറ്റ് ചെയ്ത ഒരു സംഘടനയാണ് INTUC. അപ്പോൾ അതുകൊണ്ട് INTUCയും കോൺഗ്രസും വേറിട്ട് നിൽക്കുന്ന സമ്പ്രദായം പാറ്റത്തില്ല, പ്രായോഗികമല്ല. അതുകൊണ്ട് തൊഴിലാളി വർഗത്തിൻ്റെ പൂർണ്ണമായ പിന്തുണ INTUC വഴി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്ക്, UDFൻ്റെ സ്ഥാനാർത്ഥികൾക്ക് കൊടുക്കും. എന്തായാലും ഇടത് സർക്കാർ തൊഴിലാളികൾക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല. INTUC എന്തായാലും കോൺഗ്രസിനൊപ്പം തന്നെയുള്ള സംഘടനയാണ്. ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി തന്നെ നിൽക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അബൂ താഹിറിനൊപ്പം റിപ്പോർട്ടർ AV ജയശങ്കരൻ, റിപ്പോർട്ടർ, കൊല്ലം.